ولهذا رأى النبي صلى الله عليه وسلم في الحديث الذي رواه البخاري في صحيحه الزناة في التنور عراة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരികളെ നരകത്തിൽ കണ്ടത് ആളിക്കത്തുന്ന തന്നൂറിൽ, അടുപ്പിൽ, വറചട്ടിയിൽ അവർ കടന്ന് എരിയുന്നതാണ്. ഉറാത്തൻ, വിവസ്ത്രരായിക്കൊണ്ട്. ലിഅന്നഹും തഅറു മിൻ ലിബാസിൽ ഈമാൻ, കാരണം അവർ ഈമാനിന്റെ വസ്ത്രം ഊരിയെറിഞ്ഞു. വആദ തന്നൂറു ശഹ്വതി അല്ലദീ കാന ഫീ ഖുലൂബിഹിം തന്നൂറൻ ളാഹിറൻ യുഹ്മ അലൈഹി ഫിന്നാർ. അവരത് ഊരി മാറ്റിയപ്പോൾ അവരുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഷഹ്വത്തിന്റെ, ദേഹേച്ഛയുടെ ആ അഗ്നി അത് അവർക്ക് പരലോകത്ത് അല്ലാഹു അതിനുള്ള അനുയോജ്യമായ ശിക്ഷയായി വെച്ചു കൊടുത്തു. അതുകൊണ്ട് നരകത്തിലെ ശിക്ഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ തിന്മകൾക്കും യോജിച്ച രൂപത്തിലുള്ള ശിക്ഷകളാണ് നരകത്തിൽ അല്ലാഹു വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദര, ഇത് ഹക്കാണ്. അൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ. സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്. നീ വ്യഭിചാരി എന്ന പേരിൽ ഒരിക്കലും ആകാതിരിക്കുക. ഒരിക്കലും നീ അതിലേക്ക് ഇറങ്ങിപ്പോരുത്. ഒരിക്കലും വ്യഭിചാരത്തെക്കുറിച്ച് അതിൻ്റെ വടിയിലേക്ക് നീ പ്രവേശിക്കരുത്. അള്ളാഹു ഖുർആൻ പറഞ്ഞു നോക്ക്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു പറഞ്ഞത്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വശാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, അതിൻ്റെ വടികൾ വരെ അകറ്റി നിർത്തണം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഇങ്ങനത്തെ പ്രയാസം ഉണ്ടെങ്കിൽ, അവന് ലാപ്ടോപ്പ് ഉണ്ട് എങ്കിൽ അത് ആൾക്കാരുടെ മുന്നിൽ മാത്രം ഉപയോഗിക്കാം. ജനങ്ങൾ കാണുന്നിടത്ത് മാത്രം ഉപയോഗപ്പെടുത്തുക. ഒറ്റക്കാകുക എന്നതാണ് നിന്റെ തിന്മയിലേക്ക്. നീ ഒറ്റക്കാവാതിരിക്കുക. എപ്പോഴും ആളുകൾക്കിടയിലാകാൻ ശ്രദ്ധിക്കുക. നിന്റെ കൂട്ടുകാരാണ് തിന്മയിലേക്ക് നിന്നെ നയിക്കുന്നത്, നീ അവരെ അകന്നു നിൽക്കുക. എത്രയോ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനത്തെ പ്രയാസങ്ങളിൽ അകപ്പെട്ട് ഈ ഇത്തരം ഇതിന്ന് രക്ഷപ്പെടാൻ എന്താണ് വടി എന്ന് ചോദിക്കും. അഡിക്ഷനായി മാറിയിട്ട് ഇത് നിന്റെ വൈവാഹിക ജീവിതത്തെ തകർക്കും. ഈ പോണോഗ്രഫി എന്നത് നിന്റെ വൈവാഹിക ജീവിതത്തെ തകർക്കാൻ പോകുന്ന കാര്യമാണ്. വൈവാഹിക ജീവിതത്തെ ഇല്ലാതെയാക്കി കളയുന്ന കാര്യം. വിവാഹം കഴിച്ച് കുട്ടികളുള്ള ആളുകൾ ചിലപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ പരാതി പറയാറുണ്ട്. ഇതിലകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ അത് കാണുന്ന അവസ്ഥയിൽ നിന്റെ മക്കൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ ഉദ്ദേശിക്കുമ്പോൾ നിനക്കത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ചില ആളുകൾ വിചാരിക്കും വിവാഹമാകട്ടെ അപ്പോൾ ഞാനിതൊക്കെ നിർത്താമെന്ന്. നീ ഉദ്ദേശിക്കുമ്പോൾ ഇത്തരം തിന്മകൾ, അഡിക്ഷനുകൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. നിനക്ക് മക്കളായി, കുട്ടികളായി നിന്നെ ഈ അവസ്ഥയിൽ നിന്റെ കുട്ടികൾ കണ്ടെത്തുന്നത് നീ ചിന്തിച്ചു നോക്കിയതിനെ കുറിച്ച് എത്ര പ്രയാസകരമായ അവസ്ഥയായിരിക്കും എന്നാലോചിച്ചു.